നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് വിള്ളൽ വരുത്തിയ ആ ഒരു തേർഡ് പേഴ്സൺ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ടൈം തൊട്ട് ഇത് വാലിഡ് ആകുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ എനർജീസ് ഉണ്ട്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യം മാത്രം സ്വീകരിക്കുക, റെസൊണേറ്റ് ആവാത്തതെല്ലാം വിട്ട് കളയുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസ് ഒന്നും ലൈഫിലേക്ക് വലിച്ചു വെക്കാതിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് 2 of Swords, 4 of Cups, 10 of Swords, 2 of Cups, the High Priestess, Knight of Pentacles, the Devil card, the 4 of Wands, Ace of Cups, Knight of Cups. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൺസ് ആണ്. ഈ ഒരു കാർഡ് സ്പ്രെഡിൽ യൂണിവേഴ്സ് കൃത്യമായി പറയുന്നത് നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ ചതിച്ചത് എന്നതാണ്. പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറും പരിചയമല്ല. നിങ്ങളുടെ അരികിൽ നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ട്, കരിയർ സംബന്ധമായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോലും ഒരുപാട് സഹായം ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാക്കിയത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. മറ്റാരോടും പറയാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ച് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യാനുള്ള, നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാനുള്ള കാരണം ആ വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നിയ ഒരുപാട് വിശ്വാസം തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടീവായിരുന്നു ഈ ഒരു വ്യക്തി. അതായത് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ ഒരു വ്യക്തി സഹായമായിരുന്നില്ല നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ, പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ആ വ്യക്തി ചോർത്തിയെടുത്തിരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയെ ചില കാര്യങ്ങൾ അറിയിക്കാനും ചില ഇൻഫർമേഷൻ പാസ് ചെയ്യാനും ഈ ഒരു വ്യക്തിയുടെ സഹായം തേടിയതായിട്ട് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പറയാത്ത പല കാര്യങ്ങളുമാണ് ആ ഒരു പേഴ്സൺ ചെന്നിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല കൺഫ്യൂഷൻസും ഈ ഒരു വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ അരികിൽ വന്നിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ പറ്റിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് പോയി നിങ്ങളെപ്പറ്റിയും പല കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻസ് ഉണ്ടാക്കി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു കൺഫ്യൂഷൻസ് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാൻ പല രീതിയിലുള്ള ഫേക്കായിട്ടുള്ള തെളിവുകളും ഈ വ്യക്തി ക്രിയേറ്റ് ചെയ്തതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു ബ്രേക്കപ്പ് സംഭവിക്കാൻ വേണ്ടിയിട്ട് ഈ തേർഡ് പാർട്ടി ശരിക്കും ഒരു സ്റ്റോറി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു കാര്യത്തിൽ ഈ തേർഡ് പാർട്ടി വിജയിക്കുക തന്നെ ചെയ്തു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന നല്ല നല്ല അവസരങ്ങൾ തട്ടിക്കളയുകയും നിങ്ങൾക്ക് സന്തോഷം വരേണ്ട ഓരോ നിമിഷത്തിലും നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ചെയ്തത് ഈ ഒരു തേർഡ് പേഴ്സൺ ആയിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ ഈ ഒരു തേർഡ് പേഴ്സൺ അറിയിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആകുന്നതും നിങ്ങൾക്ക് മാനസികമായിട്ട് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളും മാത്രമായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും നിങ്ങളെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ തേർഡ് പേഴ്സണിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു നിങ്ങളെ അവർ യൂട്ടിലൈസ് ചെയ്തത്. നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു പേഴ്സൺ ആരായിരുന്നു എന്നുള്ളത്. അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും
നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആ കാര്യത്തിൽ നിന്നും നിങ്ങളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഈ വ്യക്തി എടുത്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആകുന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. നിങ്ങളുടെ അടുത്ത് ഓരോന്നും പറഞ്ഞ് നിങ്ങളെ ഒരു ചത്ത മരവിപ്പിച്ച അവസ്ഥയിൽ ഈ വ്യക്തി കൊണ്ടെത്തിക്കാറുണ്ട് പല സാഹചര്യങ്ങളിലും. പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ വ്യക്തി കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി പല കാര്യത്തിനും നിങ്ങളെ സഹായിച്ച് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതായിട്ട് അഭിനയിക്കുകയായിരുന്നു ചെയ്തത്. ആ അഭിനയം നിങ്ങൾക്ക് സത്യസന്ധമായിട്ടാണ് തോന്നിയിരുന്നത്. ആക്ച്വലി നിങ്ങളെ ആ വ്യക്തി ശരിക്കും ചീറ്റ് ചെയ്തതായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് വരുന്ന ഓരോ അവസരങ്ങൾ പോലും ഈ വ്യക്തിയാണ് തട്ടിയെടുത്തുകൊണ്ടിരുന്നത്. നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരുപാട് പരസ്പരം തെറ്റിദ്ധാരണ വളർത്തി നിങ്ങൾ തമ്മിൽ ഈ ഒരു ബ്രേക്കപ്പിൻ്റെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കാനുള്ള കാരണം ഈ തേർഡ് പേഴ്സണിൻ്റെ ബ്രെയിൻ ആയിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിയുള്ള, നിഷ്കളങ്കമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ആക്ട് ചെയ്യുന്ന, ഒരുപാട് ദുരൂഹതയും സീക്രട്സും ഉള്ളിൽ ഒളിപ്പിക്കുന്ന ആ ഒരു ടൈപ്പ് പേഴ്സൺ ആണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തിയുടെ രഹസ്യങ്ങളും ഒന്നും ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണെന്നോ ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നത്. ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾ എത്ര വിചാരിച്ചാലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ആ വ്യക്തിയുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് അറിയുകയും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യോ ആണ് ഈ വ്യക്തി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇതുപോലുള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. എന്നിട്ട് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അഭിനയിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ വ്യക്തി അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ചുറ്റും ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയില്ല ഈ വ്യക്തി വന്നതുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ആയത് എന്നുള്ളത്. ഈ വ്യക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ദുഃഖമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ അരികിലെത്തി സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കഴുത്തിൽ ആരോ വന്ന് ഇങ്ങനെ ഞെക്കി പിടിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത്രയും നേരം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് വെച്ച് പല കാര്യങ്ങളും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. ആ കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയുടെ സാമീപ്യം കൊണ്ട് ഇതൊക്കെ നഷ്ടമാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നത് ഇന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകാം. ഒരു നെഗറ്റീവ് എനർജിയും ഒരു നെഗറ്റീവ് ചിന്തയും എന്നെ ബാധിക്കത്തില്ല എന്ന രീതിയിലാണ് നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി വരുന്നതോടുകൂടി നിങ്ങളുടെ കംപ്ലീറ്റ് പ്ലാനിങ് പോവുകയും നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങളുടെ തോട്ട്സ് കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് ചിന്ത കൊണ്ട് നിറയുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഈ ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഈ വ്യക്തിയോട് നിങ്ങളുടെ പല പല ഐഡിയാസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ സമയത്ത് നിങ്ങൾ പറയുന്ന ആ ഐഡിയാസിനെ കുറിച്ചിട്ട് നിങ്ങളെ തന്നെ ആ വ്യക്തി ഡിസപ്പോയിൻറ്റഡ് ആക്കുകയും നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ആ വ്യക്തിയുടെ ലൈഫ് ആ വ്യക്തി സക്സസ് ആകുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പല ഐഡിയാസും ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ വ്യക്തി ഉപയോഗിച്ചതായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. പലരുടെയും മുന്നിൽ മാന്യതയോടെ ഒരു മുഖംമുടി അണിഞ്ഞാണ് ഈ ഒരു വ്യക്തി പെരുമാറുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകാം. ആ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ
ഒരിക്കലും ആ വ്യക്തിയോട് നിങ്ങളുടെ കാര്യങ്ങൾ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സന്തോഷമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളാവട്ടെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യമാവട്ടെ, സാമ്പത്തിക കാര്യമാവട്ടെ, കരിയർ സംബന്ധമായിട്ടുള്ള കാര്യമാവട്ടെ, ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു കാര്യവും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ആ വ്യക്തി നിങ്ങളുടെ ചുറ്റും ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു വലയം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കുണ്ടാകുന്ന പല നേട്ടങ്ങളും, നിങ്ങളുടെ കരിയർ സംബന്ധമായ ഉയർച്ചകളും, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന പ്രോബ്ലംസ്, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലംസ്, നിങ്ങൾക്ക് ഒരു ഉയർച്ചയെ ഉണ്ടാകാതെ ഇതുപോലെ നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളത്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്ന മുഖങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ നിങ്ങളുടെ വൈഫിൻ്റെയോ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഇൻലോസിൻ്റെ മുഖങ്ങളാകാം, നിങ്ങളുടെ ഉറ്റ സുഹൃത്തിൻ്റെ മുഖമാകാം, നിങ്ങളുടെ പെങ്ങളുടെയോ സഹോദരൻ്റെയോ മുഖമാകാം, നിങ്ങളുടെ സ്വന്തം അമ്മയുടെ മുഖമാകാം. ഇത് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, നിങ്ങളുടെ അടുത്ത് തന്നെ കൂടിയവർ, നിങ്ങളെ സഹായിച്ചുകൊണ്ട് കൂടിയവർ നിങ്ങൾക്ക് ഇതുപോലെ ദ്രോഹം ഉണ്ടാക്കുമോ എന്നൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരെയൊക്കെ സംശയമില്ലേ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇവർ ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നതാണ്, അവരുടെ മുഖങ്ങൾ. വരുണദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഗണപതി ഭഗവാന്റെ അനുഗ്രഹങ്ങളാണ് ഈ ഒരു വിഷമ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം പോയി പ്രാർത്ഥിക്കുക, മനസ്സുരുകി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്തം നടത്തുക. നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ പോയി ഗണപതി ഭഗവാന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് പറ്റുന്ന സമയമൊക്കെ തേങ്ങ ഉടയ്ക്കുക. നിങ്ങളുടെ ശത്രുദോഷം അതുകൊണ്ട് അവസാനിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. കുടുംബ പ്രശ്നം, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ബ്ലാക്ക് മാജിക്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. 7 ചക്രാസിൻ്റെ ഒരു മെഡിറ്റേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7 ചക്ര ഹീലിംഗ് ആൻഡ് ക്ലെൻസിങ് മെഡിറ്റേഷൻ ക്ലാസ് ആണ്. ജീവിതത്തിലുണ്ടായ ദുരിതങ്ങളും നെഗറ്റീവ് എനർജീസിനെയൊക്കെ ബേൺ ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. 7 ദിവസത്തെ കോഴ്സാണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞായറാഴ്ച ദിവസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.